രാവിലെ തന്നെ ഒരു ഗുഡ് മോർണിംഗ് ആണ്. സൺഡേസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ആലു പൊറോട്ടയാണ്. സംഭവം എന്താ വെച്ചാൽ ഞാനിങ്ങനെ ഹിന്ദി സീരിയൽ കാണുന്ന ആളാണ്. അപ്പൊ എനിക്ക് കുറെ കാലമായി ഒരു ആഗ്രഹവും ഇങ്ങനെ ഉണ്ടാക്കണം. ഇത് കടലപ്പരിപ്പാണ്. നമുക്ക് ഒന്ന് കഴിക്കാൻ വിടാം. മാവിങ്ങാട്ടും ചപ്പാത്തി മാവിങ്ങാട്ടും കുറച്ച് വെള്ളം കൂട്ടി കുഴക്കണേ. ഇച്ചിരി ഒരുപാട് വേണ്ട, ഇച്ചിരി എത്ര എടുത്തിട്ടുള്ളൂ ഞാൻ മാവ്. രാവിലെ അവർക്ക് ലഞ്ചും പിന്നെ ഉച്ചക്ക് ലഞ്ചും രാവിലെ ബ്രേക്ക്ഫാസ്റ്റുമാണ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇത്രയും തിരക്ക്. അപ്പൊ നമ്മൾ നെയ്യ് ആഡ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത്. നെയ്യൊക്കെ ഫ്രിഡ്ജിൽ വെച്ചെല്ലാം കട്ടയായി കിടക്കുവാണ്. അപ്പൊ ഇതിനകത്ത് കശുവണ്ടി ചോപ്പ് ചെയ്തത്, ഒരു തരി തേങ്ങ കേട്ടോ, തിരികെ തേങ്ങ അപ്പൊ രണ്ടും ഒന്നിച്ചതിന് ഒരു പാകത്തിന് കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് തേങ്ങ, കശുവണ്ടി ചോപ്പ് ചെയ്തത്. അപ്പൊ പരിപ്പ് ഇത്ര വെന്തിട്ടുണ്ട്. ഇത്ര മതി, ഒന്ന് നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ഉടയുന്ന രീതിയിൽ മതി. ഇതൊന്ന് നന്നായിട്ട് കുറച്ചെടുക്കാം. അപ്പൊ ഇതിനകത്ത് ഈ പരിപ്പ് ആഡ് ചെയ്യാനേ, സാധാരണ നമ്മൾ സർക്കാർ കാച്ചി എഴുതുന്നത്, പക്ഷെ ഇത് കുറച്ച് നല്ല കമ്പനീസ് ആണ്, നല്ലതാ. അപ്പൊ അത് കാരണം കുഴപ്പമില്ല, പൊടി ശർക്കരയാ. അപ്പൊ അതിന് നമ്മൾ ആവശ്യത്തിന് ആഡ് ചെയ്യാനേ. അതിനകത്ത് തേങ്ങയും കശുവണ്ടിയും ശർക്കരയും പരിപ്പും കൂടി കേട്ടോ. അതിനകത്ത് സ്ഥലം ഏലക്ക ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത്ര പരുവം കറക്റ്റാവും, തണുക്കുമ്പോ കറക്റ്റാവും. ഇച്ചിരി നെയ്യ് ആഡ് ചെയ്തിട്ടാണ് നമ്മളിതൊക്കെ ഒന്ന് നന്നായിട്ട് വാട്ടിയെടുത്തിരിക്കണേ. അപ്പൊ നമുക്കൊന്ന് പറിച്ചെടുക്കാം. അപ്പൊ ഇത് നമ്മൾ പറത്താൻ വേണ്ടി പോവാണ്. എന്താ വെച്ചാൽ ഞാൻ മധുരം ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. എന്താ വെച്ചാൽ മോൾക്ക് മധുരം അധികം കൊടുക്കാൻ പറ്റൂല, അവിടെ ഇച്ചിരി ഇട്ടിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെ നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പറത്തിനുള്ള പറത്തിയിട്ട് ആവശ്യത്തിനുള്ള ഇതെടുത്ത് വെക്കാം. ഇതിനകത്ത് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ, എളുപ്പം ഉണ്ടാക്കുന്ന പണിയാണ്. ചെറുതായിട്ട് ഇങ്ങനെ വട്ടത്തിലാക്കാം. ആദ്യമായിട്ട് എങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്നത്, എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റ്സിൽ അയക്കാം കേട്ടോ. എന്നാ പിന്നെ നമുക്ക് നോക്കിയാലോ. അപ്പൊ നെയ്യ് ആഡ് ചെയ്യാം. അപ്പൊ അതാണ് ആലു പൊറോട്ട. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, നോക്കിയിട്ട് പറയാം. ഒന്നും പറയാനില്ല, മൈൻഡ് സാധനം ഇച്ചിരി മധുരം കുറവാനേ ഉള്ളൂ. നമുക്ക് മധുരം പറ്റില്ല, അതാണ്. അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് മുമ്പ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ ഇതിനകത്ത് ഈ തേങ്ങയുടെയും കശുവണ്ടിന്റെ ഫ്ലേവർ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി ആഡ് ചെയ്യാം. ആവശ്യത്തിന് നെയ്യ് ആഡ് ചെയ്യണം. എല്ലാം കുറച്ചിട്ടിട്ടുള്ളൂ, ഷുഗർ പേഷ്യന്റ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഉദ്ദേശിക്കാം, കുറച്ചിട്ടിട്ടുള്ളൂ. മോള് ഒരുങ്ങിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അവളാണ് കഴിച്ച് ടേസ്റ്റ് നോക്കുന്നത്, രാവിലെ ഇല്ല. അപ്പൊ നാളെ ഇതേപോലെ ഒരു വിഭവമായിട്ട് ഞാൻ വീഡിയോയാണ്. അപ്പൊ എല്ലാവരും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അറിയിക്കാം. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ചെക്ക് ചെയ്തിട്ടൊക്കെ നോക്കിയിട്ടുണ്ടാക്കണം. ഞാൻ വലിയ കുക്കുകാരിയൊന്നുമല്ല, ഫുഡിന്റെ പരിപാടിയൊക്കെ ചെയ്തേ ഉള്ളൂ. വലിയ പാചകക്കാരൊന്നുമല്ല. അങ്ങനെ എല്ലാവരും കൂടി ചെയ്യുമ്പോൾ നമ്മുടേതായ ഒരു പൊടിക്കൈയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന്റെ കൂടുതൽ നമ്മുടെ ഒരു സ്റ്റൈൽ ആഡ് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും പറയാം. അപ്പൊ ഓക്കെ, ബൈ ബൈ.